മലയാളത്തിന് എക്കാലത്തും പ്രിയപ്പെട്ട സിനിമകൾ സംഭാവന ചെയ്ത സംവിധായകനാണ് സത്യനന്തിക്കാട്. മോഹൻലാലും സത്യനന്തിക്കാടും ഒന്നിച്ചപ്പോഴെല്ലാം മലയാള തനിമയുള്ള ചിത്രങ്ങളാണ് മലയാളത്തിന് ലഭിച്ചത്. ഇപ്പോഴിതാ മോഹൻലാലും സത്യനന്തിക്കാടും ഒന്നിക്കുന്നു എന്ന വാർത്ത സ്ഥിരീകരിക്കുകയാണ് സംവിധായകൻ തന്നെ. വളരെ ആവേശത്തോടു കൂടിയാണ് ഈ വാർത്ത മോഹൻലാൽ ആരാധകരും മലയാളി സിനിമാ പ്രേക്ഷകരും ഏറ്റെടുത്തത്. മോഹൻലാലായിരിക്കും തന്റെ അടുത്ത സിനിമയിൽ നായകനെന്ന് ഈയിടെ നടന്ന ഒരു അഭിമുഖത്തിൽ സംവിധായകൻ സത്യനന്തിക്കാട് തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു. എന്നാൽ അതൊരു പാൻ ഇന്ത്യൻ സിനിമയൊന്നും ആയിരിക്കില്ല എന്നും ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാലിനെ നായകനാക്കി ഒരുക്കുക എന്നുമാണ് സത്യനന്തിക്കാട് പറയുന്നത്. അടുത്ത കാലത്ത് ഇറങ്ങിയ നേര് എന്ന സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ മലയാളികളെല്ലാം ആഗ്രഹിക്കുന്നു എന്നതിന് തെളിവാണ്. ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടുണ്ടു എന്നും കുറഞ്ഞത് 4 മാസമെങ്കിലും ഉണ്ടായാൽ മാത്രമേ സിനിമ തുടങ്ങാനാവൂ എന്നും സംവിധായകൻ പറയുന്നു. എന്നും എപ്പോഴും എന്ന സിനിമയാണ് ഒടുവിൽ മോഹൻലാലിനെ നായകവേഷത്തിൽ എത്തിച്ച് സത്യനന്തിക്കാട് സംവിധാനം ചെയ്തത്. ഈ ചിത്രത്തിൽ മഞ്ജു വാര്യർ ആയിരുന്നു നായികയായി എത്തിയിരുന്നത്. ജയറാം നായകനായി ഒരുങ്ങിയ മകൾ എന്ന ചിത്രമായിരുന്നു അവസാനമായി സത്യനന്തിക്കാട് ഒരുക്കിയത്. എന്നാൽ തിയേറ്ററുകളിൽ ചിത്രം വലിയ വിജയമായിരുന്നില്ല. കുടുംബ പ്രേക്ഷകരുടെ പ്രിയ സംവിധായകൻ കുടുംബ പ്രേക്ഷകരുടെ പ്രിയ നടനുമായി ഒന്നിക്കുമ്പോൾ വലിയ വിജയത്തിൽ കുറഞ്ഞതൊന്നും ആരാധകരും സിനിമാ പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നില്ല. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ നേര് റെക്കോർഡുകൾ എല്ലാം ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മലയാളി സിനിമാ പ്രേക്ഷകരും മോഹൻലാൽ ആരാധകരും ഒരുപോലെ കാത്തിരിക്കുന്ന മലയക്കോട്ടെ വാലിബൻ ജനുവരി 24-നാണ് റിലീസ് ചെയ്യുന്നത്. മോഹൻലാൽ സംവിധായക കുപ്പായമണിയുന്ന ബെറോസ് എന്ന ചിത്രവും ഈ വർഷം മാർച്ച് റിലീസ് ചെയ്യുന്നുണ്ട്.